അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ആദരണീയ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹപാഠികളെ, അസ്സലാമു അലൈക്കും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാതൃക ആരാണെന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിമിന് അതിന്റെ ഉത്തരം എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് നിസ്കാരം മാത്രമല്ല, നല്ല മനുഷ്യനായി എങ്ങനെ ജീവിക്കണം എന്ന് കൂടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുവോട് പോലും കരുണ കാണിച്ചു, പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ചു, അനാഥരെ സംരക്ഷിക്കുകയും ചെയ്തു. ഒരിക്കൽ ഒരാൾ പ്രവാചകനോട് ചോദിച്ചു, മനുഷ്യരിൽ ഏറ്റവും നല്ലവൻ ആര്? നല്ല സ്വഭാവമുള്ളവരാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്നാണ് നമ്മെ പഠിപ്പിച്ചത്. ഇന്ന് നമുക്ക് വലിയ അറിവുകളുണ്ട്, വലിയ വീടുകളുണ്ട്, വലിയ സമ്പത്തുണ്ട്, പക്ഷെ നല്ല സ്വഭാവമില്ലെങ്കിൽ അതിനെല്ലാം എന്ത് വില? അതുകൊണ്ടാണ് നബിദിനം ആഘോഷിക്കുന്നതിന്റെ യഥാർത്ഥ അർത്ഥം ആഘോഷങ്ങൾ ഒരുങ്ങുന്നതല്ല. നബിയുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിൽക്കണം, നബിയുടെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം, നബിയുടെ സന്ദേശം നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കണം. ഇതിനാണ് യഥാർത്ഥ നബി സ്നേഹം. ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. കള്ളം പറയില്ല, ആരെയും വേദനിപ്പിക്കില്ല, മാതാപിതാക്കളെ ബഹുമാനിക്കും, അധ്യാപകരെ ആദരിക്കും, ആവശ്യമുള്ളവരെ സഹായിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം നബിയുടെ മാതൃകയിൽ മനോഹരമാക്കാം. നബിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ നബിയുടെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നു എന്ന് പറയുന്നവരാണ് ഏറ്റവും വലിയ നബി സ്നേഹം. പ്രിയപ്പെട്ടവരെ, നബിദിനത്തിന്റെ ഈ പുണ്യവേളയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, നബിയുടെ സ്നേഹവും സ്വഭാവവും നമ്മുടെ ജീവിതത്തിൽ പകർത്തണമേ. അവിടുത്തെ ജീവിതം മനോഹരമാക്കി ജീവിക്കാൻ അനുഗ്രഹിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു.